അപ്പോഴേ നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. ഒരു കുക്കറിനകത്തേക്ക് ചെറിയ പരിപ്പ്, തുവരപ്പരിപ്പല്ല, ചെറിയ പരിപ്പ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ മറന്നിരുന്ന പച്ചക്കറികൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. സാമ്പാർ കഷ്ണങ്ങളാക്കി സാമ്പാർ കഷ്ണങ്ങളുടെ സൈസിൽ മുറിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക, ടൊമാറ്റോ, ഉള്ളി, ഒരു മാങ്ങ, പിന്നെ ക്യാരറ്റ്, അത്രയുള്ള എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അവയെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി ഈ കുക്കറിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 2 ടീസ്പൂണ് സാമ്പാർ പൊടിയും ഒരു 2-3 ടീസ്പൂണ് ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് വെക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അത് വേകാനായിട്ട് വെക്കുക. എൻ്റെ കുക്കർ ചതിച്ചു ഗായ്സ്, അതിൽ വിസിൽ വരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ച് ഇനിയും അതിലൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ, ഇത് വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് ഹാർഡായിട്ടിരിക്കുകയാണ്, അത് ആവശ്യത്തിനുള്ളതെടുത്ത് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക്, പിന്നെ ഒരു പിടി, ഒരു ചെറിയ ടീസ്പൂണ് ഉലുവ, പിന്നെ കരിവേപ്പില ഇട്ട് ഉള്ളി, ചുമന്ന ഉള്ളി, അങ്ങനെ ഇത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് ഞാൻ മാറി നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേനും ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കായത്തിൻ്റെ പൊടി, നല്ല മണം വരുന്നില്ലേ, അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി അത് സാമ്പാറിലേക്ക് എടുത്ത്, ഇപ്പം മറന്നു പോയത് കണ്ടില്ലേ മുരിങ്ങയ്ക്ക, അതേതായാലും ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ അതൊന്ന് ഇളക്കി കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് തിളച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി.